ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലവർ ഷോനും പോയപ്പോഴും, പിന്നെ നമ്മൾ ഊട്ടിയിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് 3-4 ചെടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനാണ്. ഇതാണ് ഫ്ലവർ ഷോന് പോയിട്ട് വാങ്ങിയ ചെടി. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഊട്ടിയിലേക്ക് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ മാറ്റി നടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ചെറുങ്ങനെ വാടിക്കിടക്കുന്നെല്ലാം ഉണ്ട്, ഇലയെല്ലാം മഞ്ഞളിച്ച് വരുന്നുണ്ട്. പിന്നെ ഇതും ഫ്ലവർ ഷോന് പോയിട്ട് വാങ്ങിയതാണ്. ഇതും അത് തന്നെയാണ്. അങ്ങനെ ഇത് പിന്നെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇതും ഫ്ലവർ ഷോന് വാങ്ങിയതാണ്. ഇത് ഉണങ്ങിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന തെക്കുമെന്ന് അറിഞ്ഞൂടാ. ഇത് ഊട്ടിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ എടുത്തു മാറ്റിയത്, അത് നമുക്ക് ഊട്ടിയിൽ നിന്ന് അവർ ഗാർഡൻ ക്ലീൻ ചെയ്യുമ്പോൾ അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ നമുക്ക് തന്നു. അങ്ങനെ അതിൽ കുത്തി കൊടുത്തു തന്നിട്ടാ. ഇതിൽ നമ്മൾ ഊട്ടിയിൽ നിന്ന് വാങ്ങിയതാണ്. ഈ പ്ലാന്റും ഊട്ടിയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഫ്ലവർ ഷോന് വാങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഫ്ലവർ ഷോനല്ല, ഇത് അതിന് മുന്നേ നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. ചാൽ ബീച്ചിൽ ഫെയർ ഉണ്ടായിട്ടുണ്ടായിരുന്നു, ന്യൂ ഇയറിൻ്റെ പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ചട്ടി, ആട്ടിൻ കഷ്ണം ഉണ്ടല്ലോ, ആട്ടിൻ കഷ്ണമാണ് എടുത്തത്. ഒരു ചട്ടി ഏത് വേണമെങ്കിൽ എടുക്കാം, കോഴി വളം വേണമെങ്കിൽ എടുക്കാം, പിന്നെ നമ്മൾ ചാണകപ്പൊടി എടുക്കാം, ഏത് വളം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഈ ചട്ടിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2 ചട്ടി, ഒരു ചട്ടി ഞാൻ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ചട്ടി ഈ ചിപ്പിപ്പൊടി ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ നടാനെല്ലാം ചകിരിച്ചോറിന് ബദലായിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഈ ചിപ്പിപ്പൊടി പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ചാക്കിന് പൈസ ഒന്നും കൊടുക്കൊന്നും വേണ്ട, ചാക്ക് കൊണ്ടുപോയാൽ നമുക്ക് എടുത്തു കൊണ്ടുവരാം. പിന്നെ ഞാൻ സൈഡിലെല്ലാം ചാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് ഇതിൽ ജെല്ലിപ്പൊടി ഇട്ടതുകൊണ്ട് മുറ്റത്ത് പുറത്താകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചുറ്റും അങ്ങനെ ചാക്കെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഞാൻ എടുത്തത് മണ്ണിന് പകരം നമ്മുടെ പൂയി ഉണ്ടല്ലോ, പൂയി അരിച്ച ബാക്കി ആ വേസ്റ്റ് ഉണ്ടല്ലോ, പൂയി അരിക്കില്ല തേപ്പിന് വേണ്ടിയിട്ട്, പൂയി അരിച്ചതിൻ്റെ വേസ്റ്റ് ഞാൻ ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പിന്നെ മണ്ണിന് ബദലായിട്ട് എടുക്കുന്നത്. മണ്ണ് ചേർക്കല്ല കേട്ടോ. അപ്പോൾ ഇത് ബെസ്റ്റാണ്, നല്ലോണം വേരോട്ടൊക്കെ ഉണ്ടാവും, തറഞ്ഞു പോകുമൊന്നുമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കീടശല്യം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സാഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. പിന്നെ ഒന്നുകിൽ നമ്മൾ കുമ്മായ കത്തിയോ അല്ലെങ്കിൽ ഗാർഡനിൽ ഉപയോഗിക്കുന്ന കത്തിയോ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കോട്ടോ ഉണ്ടാവില്ല, അതെടുത്തിട്ട് ഒന്ന് ഈ നമ്മുടെ തേപ്പുകാരൊക്കെ പൂയി ഇങ്ങനെ മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫസ്റ്റ് ഒന്ന് കത്തി എടുത്തിട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് ഒരുപാടുള്ളത് കൊണ്ട് പിന്നെ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ബൈക്കോട്ട് എടുത്തു. നമ്മളിവിടെ ബായിക്കോട്ടെന്ന് ഇതിന് പറയും, കൈക്കോട്ടെന്ന് പറയും. എന്നിട്ട് ഇതെടുത്തിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഈ തേപ്പിൻ്റെ പണിക്കാരൊക്കെ പൂയും സിമെൻറ്റും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് പോട്ട് ചെയ്യാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ. അത് കുറച്ച് മിക്സ് ചെയ്യാനുണ്ട്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഞാനിത് മൊത്തമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട്. പഴയ ചട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു, ചെടിയൊക്കെ ഒഴിവായ ചട്ടി ഉണ്ട്, ഉണങ്ങിപ്പോയിട്ടെല്ലാം എല്ലാം ഒഴിവാക്കിയിട്ട് ചട്ടി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ പുതിയ ഞാൻ ഫ്ലവർ ഷോന് ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 100 രൂപയ്ക്ക് 5 ചട്ടിയാണ് കേട്ടോ ഈ ഒരു സൈസിൽ. അതുകൊണ്ട് 5 ചട്ടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ 2 എണ്ണം ഇപ്പോൾ എടുക്കുന്നുണ്ട്. ഈ അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്നാലേ ഈ വെള്ളം നല്ല വാർന്നങ്ങ് പോകും, അല്ലെങ്കിൽ ഇതിൽ കെട്ടി നിൽക്കും. ഹോൾ ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അത് അടിയിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വെള്ളം കെട്ടി നിന്നിട്ട് ഇതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകും. ചീഞ്ഞു പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെടി മൊത്തമായിട്ട് നശിച്ചു പോകും. അപ്പോൾ ഞാൻ 2 ചട്ടിയിലും ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ 2 ചട്ടിയിലും ഹോൾ ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നമുക്കിതിൽ നടാം. ഞാൻ ഇതിൽ റോസാണ് കേട്ടോ നട്ട് കൊടുക്കാൻ പോകുന്നത്. കുറച്ച് വലിയ ചട്ടി ആയതുകൊണ്ട് ഇതിൽ റോസ് നട്ട് കൊടുക്കാം. ബാക്കി ഞാൻ ചെറിയ ചട്ടിയെല്ലാം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ചെറിയ പ്ലാന്റെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ എല്ലാവരും ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കരിയില എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറമ്പിൽ നിന്ന് അടിച്ചു വാരിയിട്ട് കിട്ടിയ കരിയിലുണ്ടല്ലോ, ഏതിൻ്റെ വേണമെങ്കിലും എടുക്കാം. മാവിൻ്റെ ആയാലും പ്ലാവിൻ്റെ ആയാലും. പിന്നെ ഇത് നമ്മൾ ദീനാമ്പായം ഉണ്ടല്ലോ, ദീനാമ്പായത്തിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. ഏതിൻ്റെ വേണമെങ്കിലും എടുക്കാം. ജാതീൻ്റെ ചപ്പുണ്ടെങ്കിൽ അതെടുക്കാം. ഏത് ചപ്പായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ശീമക്കൊന്നുണ്ടല്ലോ, ശീമക്കൊന്നിൻ്റെ ഇല വേണമെങ്കിൽ ചേർക്കാം. അത് ഉണങ്ങണമെന്നൊന്നുമില്ല, പച്ച തന്നെ ചേർക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കരിയില അധികമായി പോയാലും കുഴപ്പമൊന്നുമില്ല. മണ്ണിട്ട് കഴിഞ്ഞാൽ അത് താണു പോകും. അത് മാത്രമല്ല, ചെടി നട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് അടിയിൽ നിന്ന് ഇല ചീഞ്ഞു പോകുമല്ലോ, അപ്പോൾ അത് താണു പോകും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് അധികമായി പോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ മണ്ണിട്ടിട്ട് തന്നെ അരഭാഗത്തോളേ ഉള്ളൂ, ചട്ടി അരഭാഗത്തോളേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പൊട്ടി മിക്സ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത്. പൊട്ടി മിക്സ് ഇങ്ങനെ തന്നെയാണ് ചെയ്യൽ. പിന്നെ ഈ പൂയി മണൽ അരിച്ച വേസ്റ്റ് ഉണ്ടെന്നാണല്ലേ, അതിന് ബദലായിട്ട് നമ്മൾ മണ്ണ് വേണമെങ്കിൽ എടുക്കാം. ഞാൻ പിന്നെ ഇത് സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അതെടുത്തതേ ഉള്ളൂ. ഇതിൽ വേണമെങ്കിൽ ആ പൂയിൻ്റെ ആ വേസ്റ്റും പിന്നെ ഈ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ. അതിൻ്റെ പകുതി എടുത്താൽ മതി. അങ്ങനെ അതിൽ റോസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ കവർ കീറി കൊടുത്തിട്ട് അതിൻ്റെ മണ്ണ് ഭയങ്കര തറഞ്ഞു പോകുന്ന മണ്ണാണ് കേട്ടോ. അവർ ചുവന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണാണ്. ഇങ്ങനെയുള്ള മണ്ണാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഈ വേരോട്ടം അധികം നടക്കില്ല. അതിങ്ങനെ ഉറച്ച് തന്നെ ഇരിക്കും കേട്ടോ. അത് പൊട്ടിച്ചിട്ട് തന്നെ വരുന്നില്ല. ഞാൻ രാവിലെ പോലും വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. ഞാനിത് ഉച്ച കഴിഞ്ഞിട്ടാണ് നട്ടു കൊടുക്കുന്നത്. വൈകുന്നേരം ഇപ്പം നമ്മൾ പ്ലാന്റ് നടുന്നുണ്ട്, വൈകുന്നേരം നട്ടു കൊടുക്കലാണ് നല്ലത് കേട്ടോ. രാവിലെ ഒരിക്കലും പിന്നെ മാറ്റി നടുന്നത് നല്ലതല്ല. കുഴപ്പമൊന്നുമില്ല. അതിരാവിലെയാണെങ്കിൽ പിന്നെ നല്ല ഒട്ടും വെയിൽ കൊള്ളാത്തടുത്താണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് മാറ്റി പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെക്കേണ്ടത്. വെയിലത്ത് ഒരിക്കലും വെക്കാൻ പാടില്ല. നമ്മൾ സൈഡിൽ ഒട്ടും വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഒരാഴ്ചയോളം അങ്ങനെ വെക്കണം. പിന്നെ വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത് കേട്ടോ. അപ്പോൾ എന്നിട്ട് പോലും കാണുന്നില്ലേ, ഞാൻ രാവിലെ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്, എന്നിട്ട് പോലും നല്ല ഉറച്ചിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി മുക്കാലോളം മണ്ണ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേരോടാനൊക്കെ നല്ല എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മളിത് അങ്ങനെ തന്നെ പാക്കറ്റോടെ നല്ല പോട്ടി മിക്സ്, ചകിരിച്ചോറ് അങ്ങനെയെല്ലാം ആയിട്ട് കിട്ടുന്ന പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അടിഭാഗത്തെ ചെറുങ്ങനെ ഒന്ന് മണ്ണ് മാറ്റി കൊടുത്തിട്ട് നമുക്ക് നടാവുന്നതാണ്. പക്ഷേ ഇത് മൊത്തമായിട്ട് ചുവന്ന് ഉറച്ച് നിൽക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് ഞാൻ മുക്കാൽ ഭാഗത്തോളം ഞാൻ ആ മണ്ണ് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ പിന്നെ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മൾ പോട്ടി മിക്സ് നിറച്ച് കൊടുത്തു കേട്ടോ. ഇതിൽ നിറയെ ആയിപ്പോയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് താണു പോയിട്ട് അര ചട്ടിയോളം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് പോട്ടി മിക്സ് നിറയെ ആയിപ്പോയെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ അടിയിൽ കരിയിൽ ഇട്ടതുകൊണ്ടാണ് അങ്ങനെ മേലോളം നിൽക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ എന്തായാലും അത് പോട്ടി മിക്സ് താണു പോകും. അപ്പോൾ അത് കണക്കായ രീതിയിലാവും കേട്ടോ. നമുക്കെന്തെങ്കിലും പിന്നെന്തെങ്കിലും വളങ്ങളായിട്ട് ചേർക്കാനുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഇതാ അടുത്തത് ഞാൻ വേറൊരു റോസാണ്. യെല്ലോ കളറും റെഡ് കളറാണ് വാങ്ങിയത്. പിന്നെ അങ്ങനെ രണ്ടാമത്തതും ഇതാ കാണുന്നില്ലേ, ഈ മണ്ണും അതുപോലെ തന്നെ ഉറച്ച മണ്ണാണ്. ഇതെല്ലാം ഞാൻ മൊത്തമായിട്ട് കൈയോട് പൊട്ടിച്ചിട്ട് പോവായിട്ട് ഞാൻ കത്തിയോടാണ് പൊട്ടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം റോസ് വാങ്ങുന്നവരാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ മണ്ണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അതൊക്കെ മാറ്റിയിട്ട് പകുതി മുക്കാലോളം മണ്ണ് മാറ്റിയിട്ട് നട്ടു കൊടുക്കുന്നതാണ് നല്ലത്. തെക്കാണ്ട് കൊഞ്ച് ഉണങ്ങി പോകുന്നില്ല. വെയിലുള്ളാത്തടുത്ത് കൊണ്ട് വെച്ചാൽ മതി. പിന്നെ രാവിലെയും വൈകുന്നേരമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഒരു കവറിലെല്ലാം കിട്ടിയിട്ടാണ് പിന്നെ അതുള്ളത്. ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി രണ്ടാമത് എടുത്തതാണ്. ഇതിൻ്റെ അടിയിൽ കവർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇതാ ഇങ്ങനെ നമ്മൾ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കവറൊന്നും കാണൂല കേട്ടോ. അപ്പോൾ ഇത് ഈ മണ്ണ് നീക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കാണുള്ളൂ. അങ്ങനെ ഈ രണ്ടാമത്തെ ഇതും കൂടി പ്ലാന്റും കൂടി ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ട് പ്ലാന്റും റോസും ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്ലവർ ഉണങ്ങിപ്പോയത്, ഫ്ലവർ കരിഞ്ഞു പോയതുണ്ടാവില്ലേ,
അതെല്ലാം കട്ട് ചെയ്ത് കളയാണ്. പിന്നെ അത് മാത്രമല്ല ഇതിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതെല്ലാം മൊത്തമായിട്ട് ഞാൻ കട്ട് ചെയ്യണം കേട്ടോ. ചില ഭാഗങ്ങൾ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ പിന്നെ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇത് നല്ല തലപ്പൊക്കെ വന്നിട്ട് ഇതിൽ നല്ല ഫ്ലവറൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ റോസ് നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് വേറൊരു ട്രിക്ക് ഉണ്ട്, അത് ഞങ്ങൾക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നന്നായിട്ട് പൂ വിരിയും. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും പിന്നെ അതിൻ്റെ ഉണങ്ങിയ ഭാഗങ്ങളും അതിൻ്റെ ഫ്ലവറിൻ്റെ ഭാഗങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ റോസിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ ഫ്ലവർ മുട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വിരിയുന്നവരെ കാത്തിക്കുക, എന്നിട്ട് പോട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, പിന്നെ അന്നേരം അതിൽ മൊത്തമായിട്ട് കട്ട് ചെയ്തിട്ട് നട്ടു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഞാൻ അടുത്തത് നടാൻ പോകുന്നത് ഇതാണ് കേട്ടോ, ബോഗിൻവില്ല. ഏത് പ്ലാന്റ് ആയാലും നമ്മൾ പോട്ട് റിമൂവ് ചെയ്യുമ്പം ആദ്യം ഇതുപോലെ വിരൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് കമത്തി കൊടുക്കുക ചട്ടി, അഥവാ എന്നിട്ട് അടി ഒന്ന് തട്ടി കൊടുക്കുക. അഥവാ ഇളകി വരുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പം മണ്ണ് നന്നായിട്ട് ഇളകി വരുന്നതായിരിക്കും. എന്നിട്ട് ഇതൊന്ന് കമത്തി പിടിച്ചതിന് ശേഷം പിന്നെ അതൊന്ന് അടി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇളകി വന്നോളൂ. പിന്നെ ഇത് കണ്ട് നമ്മൾ ഈ ബോഗൻവില്ലിൻ്റെ മണ്ണൊക്കെ തട്ടിക്കളഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു പോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, മണ്ണിൻ്റെ ഉള്ളിലായിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതൊന്ന് ഒഴിവാക്കി കളയാണ്. അപ്പോൾ വേറൊന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ ഈ ഇങ്ങനെയുള്ള പോട്ടിൻ്റെ ഇവരൊരു സ്പോഞ്ച് പോലത്തെ എന്തോ ഒരു വെക്കലുണ്ട്, ഈ പരുത്തിയല്ല അതുപോലത്തെ എന്തോ വെക്കലുണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വേര് പുറത്തോട്ട് പോകുന്നുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ വേര് അതിൻ്റെ ഉള്ളിൽ തന്നെ ചുറ്റി നിൽക്കും. അങ്ങനെയാണ് ഈ ചെടിയൊക്കെ നശിച്ചു പോകുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ പ്ലാന്റ് വാങ്ങുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് പിന്നെ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളെ വീട്ടിൽ നിന്നുണ്ടാക്കിയ പോട്ടി മിക്സിൽ നട്ടു കൊടുക്കുന്നതാണെങ്കിൽ ഉഷാറോടെ അത് വളരുകയും നമുക്ക് കുറച്ച് കാലം കിട്ടുകയും ചെയ്യും. പിന്നെ അത് വെള്ള കളറാണ് കേട്ടോ, ഇത് യെല്ലോ ആണ്. വൈറ്റും യെല്ലോ പിന്നെ പിങ്ക് അങ്ങനെ 4-5 തരം ഉണ്ട് എൻ്റെ അടുത്ത്. പിന്നെ ബോഗൻവില്ല അങ്ങനെ ഓരോ കളേഴ്സായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ചകിരിച്ചോറിലാണ്. എന്നിട്ടും ഞാൻ അടിയെല്ലാം ഇളക്കിയിട്ട് നോക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു പോട്ടൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മണ്ണ് ഇളക്കി കൊടുത്തിട്ട്, ഇത് ചകിരിച്ചോറായതുകൊണ്ട് ഞാൻ പകുതി മണ്ണ് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പോട്ടി മിക്സിൽ നട്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനത് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തത് ഞാൻ നടുന്നത് പിന്നെ അടീനിയാണ് കേട്ടോ. ഇത് വെറൈറ്റി അടീനിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് നീളം വെക്കുകയൊന്നുമില്ല, ഇത് ചെറിയ പ്ലാന്റായിട്ട് തന്നെ നിൽക്കും. നല്ലൊരു പിന്നെ പ്ലാന്റാണ്, പിന്നെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിന്നെ അടീനിയം നട്ടു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചകിരിച്ചോറ് മൊത്തമായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് ഞാൻ പൊട്ടി മിക്സിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അടീനിയം ഞാൻ നട്ടു കൊടുക്കുന്നുണ്ട്. അടീനിയം പിന്നെ കോംബോ ഓഫറിൽ 3 200 രൂപയായിട്ടുള്ളത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ ഞാൻ എന്തെല്ലാം അടീനിയത്തിൻ്റെ ചെറിയ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം നട്ട് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്നിട്ട് അത് ചെറുതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, എന്തോ വന്നിട്ട് ഇതിൻ്റെ തിരി തിന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾ വെള്ളം നനയാണ്ട് നോക്കിയാൽ മതി. പിന്നെ സൈഡിൽ നിന്നല്ല അതിൻ്റെ ശിഖരങ്ങളെല്ലാം വരും. പിന്നെ ഈ ചട്ടിയൊന്നും ഒഴിവാക്കണ്ട, നമുക്കിപ്പോൾ ചെറിയ ഇതുണ്ടല്ലോ അത് നടണം അടീനിയത്തിൻ്റെ. പിന്നെ മസ്റ്റായിട്ടും ചേർക്കേണ്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂട്ടൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ടിങ് ഹോർമോൺ ഉണ്ട്, അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നട്ട ചട്ടിയിലെല്ലാം ഞാൻ ഒന്ന് മണ്ണ് നീക്കിയിട്ട്
ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റും ഞാൻ ഇതുപോലെ റൂട്ടിൻ്റെ അടുക്ക കുറച്ച് ഇതൊന്ന് തട്ടിക്കൊടുക്കുക. ഒരു പിടി മതി, ഒരു 2 വിരലിൽ കൊള്ളുന്ന ഒരു പിടി മതി. എന്നിട്ട് ആ വേരിന് ഒന്ന് തട്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പോട്ടും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല 5 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പോട്ടും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് കുറച്ച് വലുതാണ്, അപ്പോൾ വലിയ ചട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു പോട്ടും കൂടി എടുത്തിട്ട് ഞാൻ പിന്നെ നട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇനി അതിലുള്ള ചാണകം എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് ഊട്ടിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ചാണകം അവർ നല്ല വളമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ നല്ല രീതിയിൽ അവർക്ക് ഫ്ലവറിൽ ഉണ്ടാകുന്നത്. അവർ പിന്നെ മൊത്തമായിട്ട് കറുത്ത മണ്ണാണ്, എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. എല്ലാം വളങ്ങളെല്ലാം മിക്സ് ആയിട്ടുള്ള നല്ല വളമാണ്. പിന്നെ ഇതാ ഞാൻ എല്ലാം നട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ നട്ട് കൊടുത്തു. ഇനി ഇതാ ചെറിയ പോട്ടി കാണുന്നില്ലേ, അത് അടീനിയാണ്. അങ്ങനെ ഇതാ കുറച്ച് പോട്ടി മിക്സ് ബാക്കിയുണ്ട്. അത് നമ്മൾ ചാക്കിൽ നിറച്ച് വെക്കും. ഇനി എന്തെങ്കിലും ചെടിയോ പച്ചക്കറിയായിട്ട് നടാനുണ്ടെങ്കിൽ നമുക്കത് എടുത്തിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാം. ഇത് നമ്മളെ ചൈനീസ് ബേർഡ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മണ്ണ് ഫുള്ളായിട്ട് കളഞ്ഞിട്ടില്ല. ഇത് വാങ്ങിയാൽ എനിക്ക് എപ്പോഴും കിട്ടലില്ല കേട്ടോ, ചീഞ്ഞ പോലാണ്. അപ്പോൾ ആ മണ്ണപ്പാടന്നെ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ പോട്ടുണ്ടോ ഒന്നും അറിഞ്ഞുകൂടാ. ചിലത് അധികം ഇതിൽ ഈ ഒരു പ്ലാന്റിലാണ് ഉണ്ടാകലെന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ചൈനീസ് ബൾസത്തിൽ. അതുകൊണ്ട് പിന്നെ ഞാൻ മാറ്റിയിട്ടില്ല, അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. നോക്കട്ടെ ഇനി പിന്നെ നോക്കിയിട്ട് അത് പിന്നെ വേണമെങ്കിൽ അതിൻ്റെ മണ്ണെല്ലാം മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ നട്ടതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എല്ലാം ഈ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനെല്ലാം സെറ്റാക്കി വെച്ചു. ഇനി ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട്. ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് പിന്നെ ഇത് ഇവിടെ വെയിലൊന്നും തട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ചത് ഇങ്ങനെ രാവിലെയുള്ള ചെറിയൊരു ഇളം വെയിൽ മാത്രമേ തട്ടൂ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും. പിന്നെ കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട, നമ്മൾ ഈ റൂട്ട് ഹോർമോൺ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒലിച്ചങ്ങ് പോകും. അതുകൊണ്ട് ഇതൊന്ന് പോട്ടൊന്ന് നനയാൻ വേണ്ടി മാത്രം ഒഴിച്ച് കൊടുക്കുക. കുത്തി അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയൊന്നും വേണ്ട. പിന്നെ കുറച്ചതൊന്ന് പിടിക്കുന്നവരെ അതിൽ സാഫും എല്ലാം ഇട്ട് കൊടുത്തതല്ലേ, അപ്പോൾ അതൊന്ന് പിടിക്കുന്നവരെ ഇട്ട് കൊടുക്കുക. പിന്നെ അടീനിയത്തിലൊന്നും അധികം വെള്ളമൊന്നും വേണ്ട, ആഴ്ചയിൽ ഒരു തവണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നട്ടപ്പാടൊന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.